അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരങ്ങളെ, നാം പലപ്പോഴും വളരെ അശ്രദ്ധരായിക്കൊണ്ടാണ് നിസ്കരിക്കുന്നത്. കാരണം നമുക്കതിന്റെ അർത്ഥം അറിയുന്നില്ല. ഇനി നമുക്ക് അർത്ഥം അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോൾ എത്രമാത്രം ഇഖ്ലാസും ആത്മാർത്ഥതയും വരുമെന്ന കാര്യം നാം ഓർത്തിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇത് വായിക്കാൻ ക്ഷമ കാണിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നാളെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം. നിങ്ങൾ നിസ്കരിക്കുന്നത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ നിസ്കാരം ശരിയാകുമോ? നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് വായിച്ചു അർത്ഥം മനസ്സിലാക്കി നിസ്കരിക്കൂ. 1. വജ്ജഹത്തു. സത്യമതക്കാരനും അനുസരണയുള്ളവനുമായി നിന്നുകൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവ ആരാധകരിൽ പെട്ടവനല്ല. എന്റെ നിസ്കാരവും മറ്റാരാധനകളും ജീവിതവും മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. അവനു യാതൊരു പങ്കുകാരനുമില്ല. ഇക്കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണ മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു. 2. ഫാത്തിഹ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. സർവ്വലോകത്തിന്റെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. പരമദയാലുവും കരുണാനിധിയുമാണവൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെയും വ്യതിചലിച്ചവരുടെയും മാർഗത്തിലല്ല. 3. റുക്കൂഇൽ. എന്റെ മഹാനായ രക്ഷിതാവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. 4. എഴുത്തിദാൽ. ആകാശങ്ങൾ നിറയെയും ഭൂമി നിറയെയും ശേഷം നീ ഉദ്ദേശിച്ച വസ്തുക്കൾ നിറയെയും സർവസ്തുതിയും നിനക്കാണ്. 5. സുജൂദിൽ. എന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. 6. ഇടയിലെ ഇരുത്തം. എന്റെ നാഥ, നീ എനിക്ക് മാപ്പ് നൽകണമേ. എന്നോട് കരുണ കാണിക്കണമേ. എന്റെ കുറവുകൾ പരിഹരിക്കണമേ. എന്റെ പദവി ഉയർത്തേണമേ. എനിക്ക് ഭക്ഷണം നൽകണമേ. എന്നെ നീ സന്മാർഗത്തിലാക്കണമേ. എന്നെ നീ സാഫല്യത്തിലാക്കണമേ. 7. അത്തഹിയാത്ത്. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലാ തിരുമുൽ കാഴ്ചകളും ബർക്കത്തുകളും നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹുവിനാകുന്നു. നബിയെ, അവിടത്തെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും കരുണയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഞങ്ങൾക്കും അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ അടിമകൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. 8. അവസാനത്തെ അത്തഹിയാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിമ വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്തതുപോലെ ലോകരിൽ നിന്നും തീർച്ചയായും നീ പ്രകീർത്തനത്തിനു അർഹനും ഉന്നത പദവിയുള്ളവനുമാകുന്നു. അല്ലാഹുവേ, ഞാൻ മുമ്പ് ചെയ്തതും
പിന്നീട് ചെയ്തു പോകുന്നതുമായ പാപങ്ങളെ എനിക്ക് നീ പൊറത്തു തരണമേ. രഹസ്യമായും പരസ്യമായും ചെയ്യുന്നതും അവിവേകമായി ചെയ്തു പോകുന്നതുമായ പാപങ്ങളെ എനിക്ക് നീ പൊറത്തു തരണമേ. അവയെപ്പറ്റി എന്നേക്കാൾ നന്നായി അറിയുന്നവൻ നീയാണ്. നീയാണ് മുന്തിക്കുന്നവൻ, നീ തന്നെയാണ് പിന്തിക്കുന്നവൻ. നീയല്ലാതെ ഒരാരാധ്യനില്ല. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഫിത്നകളിൽ നിന്നും മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇത് വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി ടൈപ്പ് ചെയ്തതും അതോടൊപ്പം വളരെ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതുമാണ്. ഇത് നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഷെയർ ചെയ്ത് ഈ വിനീതന് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം ഷുഐബ്.